ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഈ കൂട്ടായ്മയിൽ നിങ്ങളോട് കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. നല്ല പ്രബോധനങ്ങളാലും നല്ല പ്രാർത്ഥനകളാലും ഈ കൂട്ടായ്മയിൽ ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നു. പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും രോഗത്തിൻ്റെ മധ്യത്തിലും എല്ലാം നിൽക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ഒരാഴ്ചക്കാലം കൂടെ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ വലിയ കൃപയെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഈ സാക്ഷ്യത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടക്കുവാൻ തക്കോണം, ഈ കൂട്ടായ്മയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടുവാൻ തക്കോണം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രബോധനം ആവശ്യമാണ്. എല്ലാ രീതിയിലും ദൈവം നമ്മളെ വെവ്വേറെ കൃപകളാൽ, ഒരേ ആത്മാവിൻ്റെ കൃപകളാൽ, വരങ്ങളാൽ നമ്മളെ ബലപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ അവയവങ്ങളുടെയും ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഒരു സഭയിൽ നടപ്പാകേണ്ടതാകുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ ആ അസ്തിത്വത്തെ പറ്റി സംസാരിക്കുന്നു. ഇച്ചിരി ചിലപ്പം മേറിപ്പോകുന്നു എങ്കിൽ ക്ഷമിക്കുക. പക്ഷേ അതും ആവശ്യമാകുന്നു. എല്ലാം ആവശ്യമാണ്. എല്ലാത്തിലും എല്ലാവരും ശക്തപ്പെട്ട് ദൈവത്തിൻ്റെ അവയവമായി മുന്നോട്ട് പോവുക എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. എല്ലാവർക്കും അറിയണം നമ്മുടെ ദൈവത്തിൻ്റെ അസ്തിത്വം എന്താണെന്ന്. അപ്പോഴേ നമുക്ക് ദാവീദ് ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്നും വിടുവിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിലെ മതങ്ങളും വിശ്വാസങ്ങളും പലവിധമായ കോൺസെപ്റ്റുകളും എല്ലാം വലകളാകുന്നു. പക്ഷെ ഞാൻ നോക്കുന്ന എവിടത്തേക്കാ? യഹോവയെങ്കിലേക്കാ, ഏകനിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആ ഏകനിലേക്ക് നോക്കണമെങ്കിൽ ഈ ഏകൻ ആരെന്ന് നമ്മൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. ആര് നമ്മളെ രാത്രിയിൽ എണീപ്പിച്ചിട്ട് ചോദിച്ചാലും അത് നമുക്ക് പറയുവാൻ നമുക്ക് അറിയണം. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ഇച്ചിരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനായിട്ട് ഇത് പഠിക്കാൻ നോക്കാം. അടിസ്ഥാന വാക്യം ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ സ്തേഫാനോസിനെ അവർ കല്ലെറിയുകയും സ്തേഫാനോസ് അവിടെ കാണുന്ന കാഴ്ചയെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ചുറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവികൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാടി ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി നല്ലതും. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, സ്തെഫാനോസ് നോക്കിയത് അവൻ്റെ കണ്ണ് എപ്പോഴും പോകേണ്ട യഹോവയിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ മറ്റ് പലർക്കും ആലോചിക്കാൻ സാധിക്കും. എല്ലാവരും വചനം വായിക്കുന്നു. എന്തുകൊണ്ട് വചനം അവർക്ക് ഒരു തടങ്കൽ പാറയായി മാറുന്നു? അതിനുവേണ്ടി നമ്മൾ നോക്കാൻ 1 പത്രോസ് 2:8 വാക്യം നമുക്ക് വായിക്കാം. അവർ വചനം അനുസരിക്കായാൽ എതിരെപ്പോകുന്നു, അതിന് അവരെ വെച്ചുപിടിക്കുന്നു. 1 പത്രോസ് 2:8 7-ഉം 8-ഉം വായിച്ചു. നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ കല്ലുകളഞ്ഞ കല്ലുതലും മുണ്ടക്കല്ലും ഇറച്ചക്കല്ലും കടന്തലും അവർ വചനം അനുസരിക്കായാൽ എതിരെപ്പോകുന്നു, അതിന് അവരെ വെച്ചുപിടിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ഏറ്റവും മുഖ്യമായ കൽപ്പന എന്താകുന്നു? ഏറ്റവും മുഖ്യമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്നുള്ള അടിസ്ഥാന പ്രമാണം. ആ അടിസ്ഥാന പ്രമാണം അനുസരിക്കുന്നവർക്ക് ദൈവം അവരെ അനുസരണത്തിൽ വഴി നടത്തും. അവരാണ് ദൈവത്തിൻ്റെ
പ്രമാണത്തെ നിയമം അവൻ അവന്റെ നിയമം അവരെ അറിയിക്കുന്നു. അനുസരിക്കുന്നവരെ അറിയിക്കും, അനുസരിക്കാത്തവരെയോ അറിയിക്കത്തില്ല ഒരിക്കലും. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 28-ന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 9 7 മുതലുള്ള വായിച്ചോ. എങ്ങനത്തെ ആൾക്കാരാണ് മനുഷ്യരെ വഴി തെറ്റിപ്പിക്കുന്ന ഈ ലോകത്തിൽ എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ചാടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ചാടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മേശകളൊക്കെയും ഛർദിയും അടുപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലവും ശേഷിപ്പില്ല. ആർക്കാകുന്നു ഇവർ പരിജ്ഞാനം ഉപദേശിക്കാൻ പോകുന്നത്? ആരെയാകുന്നു ഇവർ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകൂടി മാറിയവരെയോ മുലകുടി മാറിയവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അത് വിക്കി വിക്കി പറയുന്ന അവരങ്ങളാലും അന്യഭാഷയിലും അവർ ഈ ജനത്തോട് സംസാരിക്കും. അപ്പോൾ അവിടെ പറയുന്ന പുരോഹിതന്മാരെ പറ്റി പറയുന്ന നല്ല പുരോഹിതന്മാരെ പറ്റിയാണോ പറയുന്നത്? അവിടെ അല്ല. അവരെന്ത് ചെയ്യുന്നത്? ചിലത് ചിലയിടത്തു നിന്ന് എടുക്കുകയും ചിലത് ചിലയിടത്തു നിന്ന് എടുക്കുകയും. ഇന്ന് നമ്മൾ നോക്കുന്ന പല സഭകളും കുറച്ച് പഴയ നിയമത്തിൽ നിന്നും എടുക്കും, കുറച്ച് പുതിയ നിയമത്തിൽ നിന്നും എടുക്കും. പുതിയ നിയമവും അല്ല, പഴയ നിയമവും അല്ല. ഇന്നും അവർ പുരോഹിതന്മാരായിട്ട് നടക്കുകയും പല രീതിയിൽ പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ അവർ കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിയമം അറിയുന്നത് അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് ദൈവം പറയുന്നു. ദൈവം തൻ്റെ നിയമത്തെ തൻ്റെ വൃതന്മാർക്ക് അറിയിക്കും. പഴയ നിയമത്തിൽ ആരെയാണ് അറിയിച്ചത്? പ്രവാചകന്മാരിൽ കൂടെയാണ് അറിയിച്ചത്. പുതിയ നിയമത്തിൽ ആരിൽ കൂടെയാണ് അറിയിച്ചത്? അപ്പോസ്തോലന്മാരിൽ കൂടെയാണ്. അപ്പോസ്തോലന്മാരിൽ കൂടെ പുറപ്പെടുവിച്ച നിയമം അത് അനുസരിക്കുന്നവരാണ്, അവരുടെ ഹൃദയത്തിലാണ് നിയമം വരുവാൻ പോകുന്നത്. പുതിയ നിയമത്തിലെ നിയമം എന്താണ്? ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതും. അതെങ്ങനെയാണ് വരുന്നത്? പരിശുദ്ധാത്മാവിൽ കൂടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അപ്പോസ്തോല പ്രവൃത്തി 2 അവർ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ആ ദാനമാണ് നമ്മുടെ നിയമം വരുന്നത്, ഹൃദയത്തിനകത്ത് നിയമം വരുന്നത്. അപ്പോഴാണ് നമുക്ക് നിയമം അറിയുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വചനം വായിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. നിയമമില്ലാതെ ഒരിക്കലും നമുക്ക് നിയമത്തെ അറിയുവാൻ സാധിക്കത്തില്ല. നിയമം ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. അപ്പോൾ നമുക്ക് കടന്നു പോകാം. സ്തെഫാനോസ് കണ്ടത് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മൂലഭാഷയിൽ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് കൈയുടെ ഭാഗത്ത്, വലത് കൈയുടെ, he saw Jesus standing on the right hand of God എന്ന. പക്ഷെ നമ്മൾ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തി വരുമ്പോഴത്തേക്ക് വലതു വശം എന്ന് പറയും. വലതു വശമായാലും വലത് കൈ എന്ന് പറഞ്ഞാലും അതിന് വചനപ്രകാരം ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങളെ അറിയുവാൻ വേണ്ടി മറ്റ് വാക്യങ്ങളെ നമുക്ക് ഇന്ന് കുറച്ച് ഓരോന്നായിട്ട് നോക്കാം. സമയത്തിൻ്റെ ഇത് പ്രകാരം നമുക്ക് നോക്കാം അല്ലേ? സമയമുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാവുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായം, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 6 ആദ്യം എടുക്കാം. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം ആദ്യം നമുക്ക് വായിക്കാം. ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് അപേക്ഷിക്കുന്നു. 6 വായിച്ചേ? 6-7 വായിച്ചേ? അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ടു, യഹോവേ നിന്റെ വലം കൈ ശത്രുവിനെ തകർത്തു. അതാണ് 6-ന്റെ 6 അല്ലേ? 6-ന്റെ 6. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയക്കാരിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. അപ്പം ദൈവം എങ്ങനെയാണ് അവിടെ ഇസ്രായേൽ മക്കളെ വിടുവിച്ചതെന്ന് നമുക്കറിയാം. ആദ്യം മോശയെ വിളിച്ചു, മോശയെ ഒരുക്കി,
മോശെ അവിടെ അവരുടെ ഇടയ്ക്ക് കണ്ട് വിട്ടു. മോശ അവിടെ ചെല്ലുമ്പോൾ മോശയിൽ കൂടെ ദൈവം പല അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് പിന്നെ ആ അത്ഭുതങ്ങളുടെ ആധിക്യം കൊണ്ട് അവിടെ ഫറവോ അവരെ വിട്ടയക്കുന്നു. ആ വിട്ടയക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പലവിധമായ അവിടെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ കൈ കണ്ടോ നമ്മൾ? പക്ഷെ അവിടെയും ആ വിടുതൽ ചെയ്തപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആംസ്, എൻ്റെ ഭുജം നീട്ടിപ്പിടിച്ചാണ് അവരെ വിടുവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഭുജമുണ്ടോ? നമ്മൾ കാണുമ്പോൾ ഇല്ല. പക്ഷെ ദൈവപ്രകാരം ഭുജമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് അവിടെ ഭുജമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു അവിടെ ഫറവോന് കിട്ടിയ ശിക്ഷകൾ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് അവർക്ക് തൂണുകളെ കാണാൻ പറ്റിയത്, തീയുടെ തൂണും മേഘത്തിൻ്റെ തൂണും കാണാൻ പറ്റിയത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഭുജത്തിൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് ഭുജം എന്ന് അവിടെ അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം, പുറപ്പാട് പുസ്തകം തന്നെ 15:6, 15:12. അപ്പം ദൈവം ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇവർ യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ, ഇവരുടെ യാത്രയുടെ മധ്യത്തിൽ ദൈവം ആരെയെങ്കിലും തകർക്കുന്നുവെങ്കിൽ അവിടെ അവരാരെങ്കിലും ഒരു ഭുജം കാണുന്നുണ്ടോ? ഇവിടെ പറയുന്നത് വലത് ഭുജം വെച്ചിട്ടാണ് ആരെ തകർത്തത്? നിന്റെ ഭുജം മജസ്റ്റിക് ഇൻ പവർ എന്ന ഇംഗ്ലീഷിൽ. നിന്റെ വലത് കരം ബലത്തിൽ മഹത്വം. പിന്നെ നിന്റെ വലത് ഭുജമാണ് ശത്രുവിനെ തകർത്തത്. അപ്പം ദൈവത്തിൻ്റെ വലതു ഭുജം വെച്ചിട്ടാണ് ആ പ്രവൃത്തി ചെയ്തതെന്ന് പ്രവാചകനായ മോശ തൻ്റെ വായിൽ കൂടെ പറയുന്നു, ആത്മാവാൽ പറയുന്നു. ആ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടത്. പിന്നെ 12 എന്താ പറയുന്നു? വിഴുങ്ങി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഇവരെ പറ്റിയാണ് പറയുന്നത്, കോരഹനെ പറ്റിയാണ് പറയുന്നത്. അല്ല മറ്റുള്ളവരെ പറ്റിയാണെന്ന് പറയുന്നത്. ഏത് ഭാഗമാണ് അത്? 16 കോരഹന്റെ ഭാഗമുള്ളത്. എന്നുവാണെങ്കിലും അവർ മരിച്ചു അല്ലെങ്കിൽ അവർ തകർന്നു പോയി എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ഭുജത്തെ നീട്ടിയപ്പോൾ അവർ തകർന്നു പോയി, വിഴുങ്ങി. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സങ്കീർത്തനങ്ങളിൽ കടന്നു പോകാം. സങ്കീർത്തനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ പദങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഓരോ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടെ മനസ്സിലാക്കാം എന്താണ് വലതുഭുജം വെച്ചിട്ട് ദൈവം അർത്ഥമാക്കുന്നത്. സങ്കീർത്തനത്തിന് പുസ്തകം തന്നെ 16-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ദൈവത്തെ എൻ്റെ മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ മുമ്പിൽ കാണുന്നുണ്ട്. പക്ഷെ അവൻ നിൽക്കുന്നത് വലതുഭുജത്താണ്. ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റും? എന്താണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്? അവൻ എൻ്റെ വലതുഭുജമാണ് എന്ന് വെച്ചാൽ എന്നിൽ അവൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരമാണ് ക്രമീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ പുറകിൽ നടക്കാൻ പറ്റുന്നത്. അവനെ നോക്കി എനിക്ക് നടക്കാൻ പറ്റുന്നത് അവൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവൻ്റെ വഴിയിൽ നടക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ വചനത്തിനകത്ത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പം വലത് കരം എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ വലത് കരം പിടിച്ചു നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നത്. അടുത്തത് 11, അതിൽ തന്നെ 11-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുണ്ട്. അവിടെ പറഞ്ഞു. അപ്പോൾ നിന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള പ്രമോദങ്ങളെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് പ്രമോദമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് പോലെ പ്രമോദങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ്? അല്ലല്ലോ.
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എവിടെയുണ്ടോ അവിടെ പ്രമോദം ഉണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത്. അടുത്തത് 17 7-ാമത്തെ വാക്യം. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കൈകൾ രക്ഷിക്കുന്നവനായിരുന്നു. ഓക്കെ, അവൻ രക്ഷിക്കുന്നവനാണ്. ഓ സേവിയർ ഓഫ് ദോസ് ഹു ടേക്ക് റെഫ്യൂജ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ്. നിന്റെ വലതു ഭാഗത്ത് ശരണം പ്രാപിക്കുന്നവൻ രക്ഷയെ കാണും. നിന്നെ ശരണമാക്കും, നിന്റെ വലതുഭുജത്തെ ശരണമാക്കുന്നവനാ അല്ലേ? ഓ സേവിയർ ഓഫ് ദോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ രക്ഷക, നീ ആരുടെ രക്ഷകനാണ്? നിന്റെ വലതുഭുജത്തിൽ റെഫ്യൂജ് എടുക്കുന്നവന്റെ സേവിയറാണ്. അപ്പം നമ്മൾ ആ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ സേവ് ആവുന്നത്. അല്ല, അവനെ ശരണം ആക്കുമ്പോൾ നമുക്ക് അതിനെയാണ് ഈ വലതുഭുജത്ത് പോയി നിൽക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. അതിന് വേറൊരു അർത്ഥമുണ്ട്. ആ റൈറ്റ് ഹാൻഡ് ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ക്ലിയർലി പറയാം, ഓ സേവിയർ ഓഫ് ദോസ് ഹു ടേക്ക് റെഫ്യൂജ് അറ്റ് യുവർ റൈറ്റ്. അപ്പൊ യേശു എന്ന ദൈവത്തിൻ്റെ വലതു ഭാഗത്തെ നമ്മൾ ശരണമാക്കുമ്പോൾ നമ്മൾക്ക് രക്ഷ വരും. ഇത് നമുക്ക് പിന്നെ കുറച്ചുകൂടെ നമ്മൾ ഇത് വായിച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അടുത്തത് വായിക്കുന്നത് സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഓക്കെ, അവൻ he will answer him from his holy heaven with the saving strength of his right hand. അപ്പോൾ അവൻ എങ്ങനെയാണ് ഉത്തരമരുളുന്നത്? ദൈവത്തിൽ നിന്നും അഭിഷിക്തന് വേണ്ടി ഉത്തരമരുളുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്നും സേവിങ് സ്ട്രെങ്ത് ഓഫ് ഹിസ് റൈറ്റ് ഹാൻഡ്. അവൻ്റെ വലതുഭുജത്തിൻ്റെ രക്ഷിക്കുന്ന ആ ശക്തി കൊണ്ടാണ് അവരെ രക്ഷിക്കുന്നത്. 21:8. അപ്പോൾ ഇവിടെ കൈയാണ്, പക്ഷേ കണ്ടെത്തുമെന്ന് പറയുന്നത്. കണ്ടെത്തുന്നത് എങ്ങനെയാ? കാഴ്ചയിൽ കൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ വലത് കരത്തിന് കാണാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ കൈക്ക് കാണാൻ ശക്തിയുണ്ടോ? അപ്പം അതുപോലെയല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കാണാം, പ്രവർത്തിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനെ വിളിക്കുന്ന എന്തുവാണ്? റൈറ്റ് ഹാൻഡ്. എന്താ വെച്ചാൽ റൈറ്റ് ഹാൻഡിൽ കൂടെയാണ് ദൈവം എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് സകലം നടത്തുന്നത്. ദൈവത്തിൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. സങ്കീർത്തനം 44:3. അവര് പിന്നെ വിചാരിച്ചത് ഞങ്ങളുടെ വാളുകൊണ്ടാണ് ചിലപ്പം ആൾക്കാരെ കൊന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ ദൈവം പറയുന്നു, അവരുടെ വലതുഭുജം കൊണ്ടല്ല. നമ്മൾ ഇപ്പം എന്തെങ്കിലും ആയുധം എടുക്കുന്നവരായിരുന്നെങ്കിൽ വലതുഭുജം വെച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അല്ല, വലതുഭുജം ആണ് നമ്മുടെ ആത്മാവിലിരിക്കുന്നതിനെ പ്രദർശിപ്പിക്കുന്നത്. ബേസിക്കലി ആ ആത്മാവിലുള്ള ക്രൂരതയാണ് വെളി വരുന്നത്, മറ്റുള്ളവരെ കൊല്ലുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരുടെ വലതുകരം കൊണ്ടല്ല അവരുടെ ശത്രുക്കളെ. ആ സമയത്ത് എന്തോ ആണെങ്കിലും ദൈവം ആ ലാൻഡിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി. ഒരു ദേശം മാത്രമേ അങ്ങനെ ഒരുക്കിയിട്ടുള്ളൂ. അതും പറഞ്ഞിട്ട് ചിലപ്പം ക്രിസ്ത്യാനികളെ ഒതുക്കാൻ നോക്കും. ദൈവം ക്രൂരമായ ഒരു ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ഭൂമി മാത്രമേ ദൈവം അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ആ ദേശം മൊത്തം പാപത്തിലായിരുന്നു എന്ന് ദൈവം അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ദേശം മാത്രമേ ഉള്ളൂ ദൈവം ആ ഒരു ദൈവത്തിൻ്റെ സന്തതിക്ക് വേണ്ടി വാഗ്ദത്തം, അബ്രഹാമിൽ കൂടെ വാഗ്ദത്തം ചെയ്തതും ആ പോർഷൻ മാത്രമേ ഉള്ളൂ ദൈവം എൻ്റെ ഭൂമി എന്ന് വചനത്തിൽ വിളിക്കുന്നത്. ഇത് എൻ്റെ ഭൂമി, ഞാൻ എൻ്റെ അബ്രഹാം എന്ന ദാസന് വാഗ്ദത്തം ചെയ്ത, അവൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൻ്റെ ഒരു അര പോലും കാണത്തില്ല. അത്രയൊരു ഭൂമി മാത്രം ദൈവം തൻ്റെ വൃതന്മാർക്ക് പ്രോമിസ് ചെയ്തേക്കുവാണ്. അവിടെ പല കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്.
സങ്കീർത്തനം 45:4. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ പിതാക്കനായി വാഗ്ദാനം എഴുതുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളിൽ ഉപദേശിച്ചു പെരുമാറുക. അതെന്തോ വലം കൈ ഉപദേശിക്കും. അപ്പൊ വലം കൈ ഉപദേശിക്കുകയും ചെയ്യും. കൈ ഉപദേശിക്കോ? നമ്മൾ കൈ വെച്ച് ഉപദേശിക്കോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ പറയും ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയും. എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ലാംഗ്വേജ് കൂടെ ഉണ്ടായാൽ നല്ലതാണ്, കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമെന്ന് പറയും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുമെന്ന് പറയും. പക്ഷേ ബോഡി ലാംഗ്വേജ് വെച്ച് ആരെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ? പഠിപ്പിക്കത്തില്ല. അപ്പോൾ അതെന്തുവാ? ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിൽ ദൈവത്തിൻ്റെ നിങ്ങളിനി ആരെയും റബ്ബി എന്ന് വിളിക്കരുത്, ടീച്ചർ എന്ന് വിളിക്കരുത്. എന്തുകൊണ്ടെന്നാൽ മശിഹ തന്നെയാണ് നിങ്ങളുടെ റബ്ബി. അതെന്തുവാണ്? ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഉപദേശം, പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാകുന്നു. സങ്കീർത്തനം 48:10. അപ്പം ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളെ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും നീതി നിറഞ്ഞവ മാത്രമാണെന്നാണ്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സകല പ്രവൃത്തികളും നീതി നിറഞ്ഞവ. അപ്പൊ അവൻ കൊല്ലാൻ അധികാരമുള്ളവനാണോ? അവൻ ജീവൻ കൊടുത്തവനാ, അതുകൊണ്ട് അവന് കൊല്ലാൻ അധികാരമുണ്ട്. ബാക്കിയുള്ളവർ അവൻ ക്രൂരനായ ദൈവമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? സൃഷ്ടിച്ചവന് ജീവൻ എടുക്കാൻ, ജീവൻ കൊടുക്കുന്നവന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് അവൻ ജീവൻ എടുത്താൽ പോലും അതും നീതി നിറഞ്ഞത് മാത്രമാണ്. സ്തോത്രം. സങ്കീർത്തനം 60:5. നിങ്ങൾക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക്. രക്ഷ ചെയ്യുന്നത് ദൈവം തൻ്റെ വലം കൈ കൊണ്ട് തന്നെയാണ്. അപ്പം സ്തെഫാനോസ് നോക്കി ആരാ? ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് തന്നെയാണ്, ദൈവം തന്നെയാണ്. വേറെ ആരിലേക്കും അല്ല സ്തെഫാനോസ് നോക്കിയത്. അവൻ്റെ വലതുഭുജത്തെ തന്നെയാണ് നോക്കിയത്. ആ വലതുഭുജം രക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ വലതുഭുജത്തെ തന്നെയാണ് സ്തെഫാനോസ് നോക്കിയത്. അടുത്തത്, ഇത് പല വാക്യങ്ങളുണ്ട്. ഓരോ വാക്യങ്ങളും വായിച്ചു പോകുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളാണ് ഒരേ ഇത് വെച്ചിട്ട് പറയുന്നത്. സങ്കീർത്തനം 63:8. അപ്പം നമ്മൾ ഏത് പരിസ്ഥിതിയിലായാലും, ഇവിടെ നമ്മൾ ഈ ദാവീദിനെ കാണുന്നു. നമ്മൾ രോഗത്തിൻ്റെ മധ്യത്തിലായാലും, പ്രയാസങ്ങളുടെ മധ്യത്തിലായാലും, പ്രതികൂലങ്ങളുടെ മധ്യത്തിലായാലും, നമ്മൾ ആ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയെയും നോക്കാതെ അതിനപ്പുറം നോക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവമാണ് എൻ്റെ വലത് കരത്തെ താങ്ങുന്നവൻ. എൻ്റെ ആത്മാവിനെ താങ്ങുന്നവൻ ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ വലത് കരത്താൽ എന്നെ താങ്ങുന്നു. സ്തോത്രം. അടുത്തത് സങ്കീർത്തനം 73:23. ഇവിടെ ദൈവത്തിൻ്റെ വലം കൈ എൻ്റെ വലം കൈയെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? ദൈവം എന്നെ വഴി നടത്തുന്നു എന്നാണ്, പിടിച്ചു വഴി നടത്തുന്നു എന്നാണ് അവിടെ വലത് കരം വെച്ചിട്ട് അർത്ഥം വരുന്നത്. 74:11. അപ്പൊ ഈ വലം കൈ എടുക്കുന്ന മടിയിൽ നിന്നാണോ? ഇവിടെ ബോസം എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ബോസമിനെ മലയാളത്തിനകത്തെല്ലാം മടി എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ബോസം എന്ന് പറയുന്നത് സാധാരണ നെഞ്ചെന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ ബോസം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം why do you withdraw your hand, even your right hand? അപ്പം why do you withdraw your hand എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും കൈ ആയാൽ മതി. പക്ഷെ ഈവൻ യുവർ റൈറ്റ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക്
ഒരു പ്രവൃത്തിയുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതിനെയായി വലതുകരം എന്ന് വിളിക്കുന്നത്. നീ എന്തുകൊണ്ട് നിന്റെ കരത്തെ വിഡ്രോ ചെയ്യുന്നു? ഈവൻ യുവർ റൈറ്റ് ഹാൻഡ്, വലതുകരത്തെ തന്നെ എന്ന് പറയുന്നതിൽ വലതുകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ, ഒരു സ്പെസിഫിക് പ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. 77:10. എന്നാൽ അത് ഇതിന്റെ കഷ്ടതയാകും, അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ ഒന്നുകൂടെ വായിച്ചാൽ റൈറ്റ് ഹാൻഡ്. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ദാറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഹാസ് ചേഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുകരം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത്. മാറിയിരിക്കുന്നു. അപ്പം മുമ്പേ വലതുകരം എനിക്ക് അനുകൂലമായിരുന്നു, ഇപ്പോൾ എനിക്ക് അനുകൂലമല്ല, അതുകൊണ്ട് എനിക്ക് കഷ്ടതയുണ്ട്. അപ്പം വലതുകൈ അനുകൂലമായ കാലങ്ങളുണ്ട് വിശ്വാസിക്ക്, വലതുകൈ പ്രതികൂലമായ കാലങ്ങളുണ്ട്. 80:15. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് ഈവൻ ദ ഷൂട്ട് വിച്ച് യുവർ റൈറ്റ് ഹാൻഡ് ഹാസ് പ്ലാന്റഡ് ആൻഡ് ഓൺ ദ സൺ whom you have strengthened for yourself. അപ്പം ദൈവത്തിൻ്റെ വലത് കൈയാണ് ഈ വലത് കൈയെ നട്ടിട്ടുള്ളത്. ആരാണ് ദൈവത്തിൻ്റെ വലത് കൈ? നമ്മളറിയുന്ന യേശു. അപ്പം യേശുവിനെ നട്ടതാരാ? യേശു. അങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ നമ്മൾ. അവൻ സൃഷ്ടാവാണ്. അവൻ തന്നെ ദാവീദ് പുത്രനായിട്ട് ഈ ലോകത്തിൽ കടന്നു വരുമെന്ന് ആരാ അത് പ്ലാൻ ചെയ്തത്? അവൻ തന്നെ. അവര് ചോദിക്കും പിതാവ് എങ്ങനെയാ പുത്രനാകാൻ പറ്റുന്നത്? അവൻ പറയുന്ന ഹിസ് റൈറ്റ് ഹാൻഡ് ഈവൻ ദ ഷൂട്ട് വിച്ച് യുവർ റൈറ്റ് ഹാൻഡ് ഹാസ് പ്ലാന്റഡ്. അതായത് നീ തന്നെ പ്ലാന്റ് ചെയ്ത നിന്റെ കൊമ്പ്, ദൈവത്തിന്റെ വലതുകരം തന്നെ പ്ലാന്റ് ചെയ്ത നിന്റെ കൊമ്പ്. അതുകൊണ്ടാണ് അവൻ ദാവീദിന്റെ വേരും വംശവും എന്ന് വിളിക്കപ്പെടുന്നത്. അവൻ തന്നെയാണ് വേര്. ഇപ്പൊ ഈടായിട്ട് ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ലൈവിനകത്ത് ഒരു പാസ്റ്റർ പറയുവാണ്, പാസ്റ്റർ അനിൽ കൊടിത്തോട്ട്. പുള്ളി പറയുവാ, ഞാൻ ഇസ്രായേലായി തീർന്നു, ഞാൻ ആ കൊമ്പിലേക്ക് ചേർക്കപ്പെട്ടു. ഞാൻ വേരിലേക്കല്ല നോക്കുന്നത്, ഞാൻ കൊമ്പിലേക്കാണ് നോക്കുന്നത്. ആ കൊമ്പ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ വേര് എനിക്കുണ്ടെന്ന്. അപ്പൊ ഇദ്ദേഹം ഇതെടുത്തത് എവിടുന്ന? ദാവീദിന്റെ വേര് ദാവീദിന്റെ വംശമാണെന്നുള്ള കാര്യത്തിൽ കൊമ്പാണെന്നുള്ള കാര്യത്തിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ ദാവീദിന്റെ വേരും വംശമാകുന്നു. ആ വലത് കൈ തന്നെയാണ് ആ വലത് കൈയായ ഷൂട്ടിനെ പ്ലാന്റ് ചെയ്തത്, വേറെ ഒരാളല്ല. ആ പുത്രനെ നീ തന്നെയാണ് ബലപ്പെടുത്തിയത്, വേറെ ആരുമല്ല. സ്തോത്രം. 89:13. ഉന്നതവുമാകുന്നു. ഇവിടെ റൈറ്റ് ഹാൻഡ് ഈസ് എക്സോൾട്ടഡ് എന്നാ പറയുന്നത്. നിന്റെ വലത് കൈ ഉയർന്നിരിക്കുന്നു എന്നാ പറയുന്നത്. ഏറ്റവും ഉയർന്നിരിക്കുന്നു എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. ഏതാണ്? ഹി എക്സോൾട്ടഡ് ഹിം ടു ദ ഹയസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വായിക്കാവുന്ന ഒരു വാക്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഇല്ല, അവൻ ഏറ്റവും ഉയർത്തി എന്നുള്ള അത് അവൻ ഏറ്റവും അധികം. ഫിലിപ്പിയർ 2:5 മുതൽ വായിക്കാം. മനുഷ്യനായി തുടങ്ങി
തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മുടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യേണ്ടി വരും. അപ്പം അവിടെ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. അപ്പൊ തന്നെത്താൻ ഒഴിച്ചത് ഏതാ? അവന്റെ ദൈവത്വം. തന്നെത്താൻ താഴ്ത്തിയത് ആരെയാ? മനുഷ്യത്വത്തെ. അപ്പോൾ ഇവിടെ കാണുന്നു, നമ്മൾ ആ വലതുഭുജം വെച്ച് പഠിച്ചത് എന്താകുന്നു? അവൻ തന്നെയാണ് ആ വലങ്കൈയെ നട്ടത്. അവന്റെ വലങ്കൈ തന്നെയാണ് നട്ടത്. ആ എന്തിനെയാണ്? ആ ഷൂട്ടിനെ, അല്ലെങ്കിൽ ആ കൊമ്പിനെ നട്ടത് അവൻ തന്നെയാണ്. എന്നിട്ട് അവൻ തന്നെ വന്നിട്ട് തന്നെത്താൻ അവൻ ഒഴിച്ച്, എന്തോ അവന്റെ ദൈവത്വത്തെ ഒഴിച്ചു. അവൻ തന്നെത്താൻ താഴ്ത്തി. എന്തോത്തിനെ താഴ്ത്തി? അവന്റെ മനുഷ്യത്തെ താഴ്ത്തി. അതുകൊണ്ട് ആരാണ് ആരെ ഉയർത്തുന്നത്? മനുഷ്യനായ ക്രിസ്തു യേശുവിനെ ഏക ദൈവം ഉയർത്തുന്നു. അവന് ഏറ്റവും അധികം ഉയർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ പോലെ തന്നെ ഉയർത്തുന്നു എന്ന് തന്നെയാണ്. അവൻ ആദ്യം വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, പിന്നെയും അവൻ വചനമായി തീർന്നു. ആ വചനമായിട്ടാണ് പിന്നെയും തിരിച്ചു വരാൻ പോകുന്നത്. അത് നമ്മൾ പിന്നീട് നമുക്ക് കാണാം. സങ്കീർത്തനം 98:1 വായിക്കാം. സ്തോത്രം. അപ്പം ദൈവത്തിന് വേണ്ടി തന്നെ ജയം നേടുന്നത് ആരാണ്? അവന്റെ വലതുഭുജം. അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? വചനത്തിൽ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ വലതുഭുജം എന്നുള്ള ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് സകലതും അവൻ നേടുന്നതും. അവൻ്റെ വ്യാപാര ശക്തിയാലാണ് സകലതും അവൻ നേടുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അത് എടുത്തു പറയുന്ന വചനത്തിൽ എന്തിനാ ഉണ്ടാ? നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 41:13. നിന്റെ ദൈവമായ യഹോവയെന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയും. അപ്പോൾ എൻ്റെ വലത് കൈ പിടിക്കുന്നു, എന്നിട്ട് എന്നോട് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കുന്നു. അതെങ്ങനെയാ പറയുന്നത്? അത് വെച്ചെന്തായിരിക്കും അർത്ഥമാക്കുന്നത്? ഞാൻ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ അവൻ എനിക്ക് സാന്ത്വനം നൽകുന്നു. എന്നിട്ട് എൻ്റെ ആത്മാവിൽ അവൻ പറയുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. അതാണ് എൻ്റെ വലത് കരമെന്ന് വെച്ച് മീൻ ചെയ്യുന്നത് അവിടെ, അല്ലയോ? കറക്റ്റ് അല്ലേ? 48:13. യെശയ്യാവിന്റെ 48:13. അപ്പോൾ ഈ വാക്യം വെച്ചിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ കൈ എന്ത് ചെയ്തു? അടിസ്ഥാനം ഇട്ടു. പിന്നെ ആകാശത്തെ വിരിച്ചു. അപ്പോൾ സകല ഈ എന്താണ് പറയുന്നത്, സൃഷ്ടിയുടെ പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്. അത് ദൈവം ആരെ കൊണ്ടാണ് ചെയ്തത്? അത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ്. നമുക്കറിയാം, നമുക്ക് അവിടെ വചനം മറ്റേ അവൻ്റെ ആത്മാവ് ഭൂമിയുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ ആത്മാവിനെ കൊണ്ടാണ് എല്ലാം ചെയ്തത്. അതെന്തുവാണ് പറയുന്നത് ഇവിടെ? അവൻ്റെ വലതു ഭുജമാണെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി കുറച്ചുകൂടെ നമ്മൾ വായിച്ചത് യെശയ്യാവിൻ്റെ പുസ്തകം 45:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 10 മുതൽ 12, പിന്നെ 24 മുതൽ 25 വരെ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? അവൻ സൃഷ്ടി നടത്തിയത് എങ്ങനെയാണ്? വേറെ ഒരുത്തനും ഇല്ല, മറ്റ് ഒരുത്തനും ഇല്ല, വേറെ ആരും ഇല്ല. വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൂടി ഉണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാകുന്നു. ദൈവത്തോടു കൂടി ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ആ വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ദൈവത്തിൻ്റെ വലതുഭുജ എന്തുവാണ്? വചനം, ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് ഭുജം എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വേറെ ആരുമല്ല, അവൻ മാത്രം, മറ്റൊരുത്തനുമില്ല, വേറെ ഒരുത്തനും ഇല്ല. കൺഫ്യൂഷൻ എവിടെയാണ്? ഒരു കൺഫ്യൂഷനും ഇല്ല. യെശയ്യാവിൻ്റെ 62:8 വാക്യം. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കളുടെ ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുന്നില്ല എന്ന് യഹോവ തന്റെ വലക്കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തു. അപ്പൊ അവിടെ സത്യം ചെയ്യാൻ വേണ്ടി വലതുഭുജത്തെ ഉപയോഗിക്കുന്നു. അപ്പം അത് ദൈവത്തിൻ്റെ ആത്മാവാൽ ഞാൻ സാക്ഷി നിൽക്കുന്നു, സത്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ വലതുഭുജം കൊണ്ട് സത്യം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റി, ദൈവത്തെ പറ്റി തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. ലാമെന്റേഷൻസ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഏത് പുസ്തകം? ലാമെന്റേഷൻ, വിലാപഗീതങ്ങൾ അല്ലേ? ലാമെന്റേഷൻസ് എന്ന് പറയുന്ന വിലാപങ്ങൾ. വിലാപങ്ങളുടെ 2:3. അപ്പോൾ ഇവിടെ ശത്രുവിൻ്റെ മുമ്പാകെ അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ എന്തുവാണ് അവരിൽ നിന്നും മാറ്റിയത്? തൻ്റെ വലതുഭുജത്തെ അവിടെ നിന്ന് മാറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ആത്മാവിൻ്റെ സംരക്ഷണം, തൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവരിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ വെളിപ്പെടുവോ? ഇല്ല, വെളിപ്പെടുത്തില്ല. അതിൽ തന്നെ ഈ 2:4 കൂടെ വായിച്ചു. അപ്പോൾ അവിടെയും വൈരികളുടെ മുമ്പിൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലതുകരം അവിടെ പ്രവർത്തിച്ചിരിക്കണം. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചിരിക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വരേണ്ട ആവശ്യം? നമുക്കറിയാം, വചനത്തിലുണ്ട് ആദാം പാപത്തിൽ വീഴുകയും, ഇതെല്ലാം ദൈവത്തിന് അറിയാം. ആദാമിനെ കൊണ്ടുവരുമ്പോൾ ആദാം പാപത്തിൽ വീഴുമെന്നും ഒരു വചനമുണ്ടല്ലോ നമുക്ക്. അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ആദ്യജാതൻ അല്ലേ? ഏത് വാക്യം അത് പാസ്റ്റർ? ഹീസ് ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ജനിച്ചവനല്ല അത് വെച്ച് മീൻ ചെയ്യുന്നത്. അവൻ ആദ്യമേ ജനിച്ചതല്ല, അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ ഈ ലോകത്തിൽ വരുമെന്ന് ദൈവം മുമ്പേ നിശ്ചയിച്ചിരുന്നു. ആര്? ദൈവം തന്നെ തൻ്റെ വലതുഭുജം അല്ലെങ്കിൽ ഒരു പുത്രൻ എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വരുമെന്ന് മുൻപേ തീരുമാനിച്ചിരുന്നു. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് യെഹെസ്കേൽ അതിൻ്റെ 22-ാമത്തെ അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അല്ലെങ്കിൽ ഇര കടിച്ചു വീഴുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ പിടികളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപകരിച്ചുകൊണ്ട് അവർ അതിന് നടുവിൽ വിധവന്മാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവർ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബ്ദത്തുക്കളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. അതിന്റെ നടുവിലെ വിശുദ്ധന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു തീർന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചെയ്യുവാനും ദൈവങ്ങളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചു കള്ളപ്രശ്നം
ദർശനം പറഞ്ഞു യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഗുമ്മായം തരുന്നു. 30, 31 പിന്നെ വായിക്കാം അല്ലെങ്കിൽ അത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു ആദ്യത്തെ നിയമം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന് ശേഷം ദൈവം മോശയിൽ കൂടെ ചെയ്ത നിയമം എല്ലാ പ്രവാചകന്മാരും തെറ്റിച്ചു എന്നും ആ പ്രവാചകന്മാരിൽ പലരും കള്ളസാക്ഷ്യങ്ങളെ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ പല പ്രവാചകന്മാരുണ്ട്. അവർ പറയും ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൻ്റെ ദർശനം കണ്ടു, അവിടെ 3 കസേര ഇരിക്കുന്ന കണ്ടു, അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ 3 കസേരയും കണ്ടിട്ട് അവർ തിരിച്ചു വന്നേക്കുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെയാണ് അന്നത്തെ കാലത്തും അവിടെ പ്രവാചകന്മാർ പലതും കള്ള സാക്ഷ്യങ്ങളെ പറയുന്ന പ്രവാചകന്മാർ അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു എന്നും അവരെല്ലാം ദൈവവചനത്തിന് വിപരീതമായി പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പോയി നോക്കും അല്ലേ. വെറിയയിലെ വിശ്വാസികളെ പോലെ ഓരോന്നും വചനത്തിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് അവർ നോക്കിയിട്ട് ഉള്ളത് മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. ഏത് വലിയ പ്രവാചകൻ വന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അതിൽ നിന്നും വിപരീതമായി ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രവാചകനായാലും ഏത് മനുഷ്യനായാലും എത്ര വലിയവനായാലും എത്ര അത്ഭുതങ്ങളെ കാണിക്കുന്നവനായാലും അവനൊന്നും നമുക്ക് അല്ല എന്ന് പഴയ നിയമത്തിൽ നിന്നും പഠിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ ഇത്രയും കണ്ടുകൊണ്ടേയിരിക്കുവാണ്. വലിയ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന അത്ഭുതങ്ങൾ നടക്കുന്നത് കേരളത്തിലായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കുറച്ച് നാൾ മുമ്പേ 12,000 വർഷം അവർ മധ്യസ്ഥയാണ് എല്ലാമാണ് അവർ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ മാതാവിനെ ഇപ്പം സൈഡിലാക്കിയിട്ടും ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് മാതാവിനെ മതിയെന്ന് പറയാം. ശരിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എല്ലാ അത്ഭുതങ്ങളും അവിടെയാണ് കാണുന്നത് അവർക്ക്. അപ്പോൾ ഈ അത്ഭുതങ്ങളെ കണ്ട് അത്ഭുതങ്ങളുടെ പുറകെ പോയി അത്ഭുതങ്ങൾ കാണിക്കുന്ന പ്രവാചകന്മാരുടെ കൂടെയും ദർശനങ്ങൾ കാണുന്ന പ്രവാചകന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നത്? നമുക്കെല്ലാം തെറ്റ് തന്നെ പറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ദൈവം ഒരു കാര്യം മുൻകൂട്ടി ഒരുക്കിയിരുന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യരിൽ ഒരുവൻ പോലും ഇല്ല. 30 എന്തോ പറയുന്നത്? ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വന്നു അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവർക്കുന്നതിൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുറിച്ച് കളഞ്ഞു. അവർക്ക് നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നതിന്. അപ്പം ഈ മനുഷ്യര് ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ച് നടക്കുന്ന മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് ഒരു പുരുഷനെ കണ്ടെത്തിയില്ല എങ്കിൽ ഞാൻ ഇവരെ സകലരെയും നശിപ്പിക്കുമെന്ന് ദൈവം എടുത്തേക്കുവോ ഓൾറെഡി. ആ മധ്യത്തിൽ നിൽക്കുന്ന പുരുഷൻ ഈ മനുഷ്യരിൽ ഒരുവൻ പോലും കണ്ടെത്തിയിട്ടില്ല. അത് തന്നെയാണ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3 പിന്നെ പുതിയ നിയമത്തിലും അത് പിന്നെയും പറയുന്നുണ്ട് അത്. അപ്പം ഈ അന്ന് മധ്യസ്ഥനോ വേറെ ആരെങ്കിലും മാതാവിനോ എല്ലാം അറിയാൻ പറ്റുമെങ്കിൽ പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാർ അത് പറയും. മറിയ അറിയാത്തവരാണ് അപ്പോസ്തോലന്മാർ. അവരെന്ത് പറയുന്നത്? 3:9 മുതൽ വായിച്ചാൽ എന്ത് പറയുന്നത്? എല്ലാവരും പഠിച്ചിട്ട് ഇതുപോലെ കൊള്ളരുതാത്തവനായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന് ശബ്ദവഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു. അപ്പൊ ആ കാലത്ത് ഇത് എഴുതിയ കാലം ഏതാ? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും പറയുന്നത് മനുഷ്യരിൽ ഒരുവൻ പോലും ഇല്ല, ക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, മനുഷ്യനായി തീർന്നു. ഈ ലോകത്തിൽ കടന്നു വന്ന എന്തിനു വേണ്ടിയാ? മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുവാൻ ഒരു പുരുഷനെ ആവശ്യമുണ്ടായിരുന്നു, ഒരു മനുഷ്യനെ ആവശ്യമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആകണം? ദൈവത്തോട് അവൻ മധ്യസ്ഥത വെക്കുവാൻ അവൻ ദൈവമായിരിക്കണമായിരുന്നു. മനുഷ്യനോട് അവൻ മധ്യസ്ഥ വെക്കുവാൻ അവൻ മനുഷ്യൻ ആയിരിക്കുമാണ്. അതുകൊണ്ടാണ് അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയും ആത്മാവിൻ്റെ നിയോഗത്താൽ അവൻ
ദൈവപുത്രനും എന്ന് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പം ദൈവം ആത്മാവ് പ്രകാരം അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനും ജഡത്തിൻ്റെ നിയോഗത്താൽ അവൻ ദാവീദിൻ്റെ പുത്രൻ, അതായത് ആദാമ്യ സന്തതികളിൽ അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് വിളിക്കാം, ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കാം, ജെസ്സിയുടെ പുത്രൻ എന്ന് വിളിക്കാം, എല്ലാം വിളിക്കാം. അവൻ മനുഷ്യൻ പുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ആകുന്നു. പക്ഷെ ആ മനുഷ്യപുത്രൻ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ അധ്യായത്തിൽ പറയുന്നു. മലയാളത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ന്റെ 69. അപ്പം വലതുഭാഗം എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ബട്ട് ഫ്രം നൗ ഓൺ ദ സൺ ഓഫ് മാൻ വിൽ ബി സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ പവർ ഓഫ് ഗോഡ്. ദൈവശക്തിയുടെ വലത് ഭുജത്തിൽ അവൻ ഇരിക്കുമെന്നാണ് പറയുന്നത്. ആര്? മനുഷ്യപുത്രൻ. അവൻ രക്ഷയുടെ വേലയെ ചെയ്ത ശേഷം അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ തന്നെ ഒഴിച്ച് തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസന്റെ രൂപമെടുത്ത് അവൻ ക്രൂശിലേക്ക് കടന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ആ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്നും അവൻ പിന്നെയും വചനമെന്ന ദൈവത്തിൻ്റെ വലത് കരമെന്ന പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്തവനായ വചനമായ അവൻ വലതുഭാഗമായി തീർന്നു. അപ്പോൾ ഈ വലതുഭാഗം ആയി തീർന്നപ്പം അവൻ താഴെ വന്നപ്പം അവിടെ വലതുഭാഗം ഇല്ലായിരുന്നോ? ഉണ്ട്. ദൈവം എപ്പോഴും നിലവിലുള്ളവനാണ്. ഒരിടത്ത് ഉള്ളത് കൊണ്ട് ഒരിടത്ത് ഇല്ലാതെ ആകുന്നില്ല. ഒരിക്കലും സ്വർഗത്തിൽ ഒരുവൻ ഇല്ലാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിൽ ഇരിക്കുന്നവനുമായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനുമായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അവൻ ഇരിക്കുന്നവനുമായിരുന്നു, അവൻ ഇറങ്ങി വന്നവനുമാകുന്നു, അവൻ പിന്നെ കയറി ചെല്ലുന്നവനുമാകുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിന് സാധ്യമാണ്. ആ വലതുഭാഗത്ത് വേറെ ആരുമില്ല. ആ വലതുഭാഗം എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മുടെ സൃഷ്ടിതാവ്, അവൻ തന്നെയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ തന്നെയാണ് നമ്മളെ ഇനി വിധിക്കുവാൻ വരുവാൻ പോകുന്നത്. അത് നമുക്ക് എവിടെയാണ് വായിക്കുവാൻ സാധിക്കുന്നത്? യെശയ്യാവിൻ്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോട് അവന്റെ ക്രോധം കാണിക്കും. 18 വരെ വായിച്ചോ. 18. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടെ ചെയ്യും, തന്റെ ശാസനയെ അഗ്നിജാലകളോടെ തൊടുമ്പോൾ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിബന്ധന്മാർ വളരെ ആയിരിക്കും. തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുസരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി, അറപ്പ്, ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവൻ ഒരുപോലെ മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അഭിപ്രായം. അപ്പൊ ഇവിടെ ആരാണ് അന്ത്യകാലത്ത് ഈ ലോകത്തെ വിധിപ്പാൻ വേണ്ടി വരുന്നത്? ആരാണ് അവിടെ? ഇവിടെ ആരാണ്? ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ആരാണ് ഇവിടെ ഉള്ളത്? യഹോവയായ ദൈവമാണ് വരുന്നത് വിധിക്കുവാൻ വേണ്ടി. ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു എന്താണ് വരുന്നത്? നിങ്ങൾ മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ വരുന്നത് കാണും. പിതാവിൻ്റെ മഹത്വത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വ്യക്തി വേറെ ഒരാളുടെ മഹത്വത്തിലല്ല വരുന്നത്. യഹോവ തന്നെയാണ് തൻ്റെ മഹത്വത്തിൽ വരുന്നത്. തൻ്റെ മഹത്വത്തിൽ. ആ സമയത്ത് മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തത്. പൗലോസ് കണ്ടപ്പോൾ എന്ത് പറ്റിയേ? പൗലോസിന്റെ കണ്ണ്
കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ യേശുവിനെ അല്ല അപ്പോസ്തലന്മാർ ഭൂമിയിൽ ജഡത്തിൽ കണ്ടത്. ആ മഹത്വമുള്ള കർത്താവിനെയാണ് പിന്നെ യോഹന്നാൻ കാണുന്നത് പത്മോസ് ദ്വീപിൽ. എന്തോ യോഹന്നാൻ ആ സമയത്ത് സംഭവിക്കുന്നത്. യോഹന്നാൻ കൂടെ നടന്ന ആളല്ലയോ? മറിയെ ഏൽപ്പിച്ച ആരെയായിരുന്നു? യോഹന്നാനെ ഏൽപ്പിച്ച. ഇത് നിന്റെ അമ്മ നിന്റെ മകൻ എന്ന് ഏൽപ്പിച്ചിട്ട് പോയ ആ സമയത്ത് യോഹന്നാൻ ഇങ്ങനെ നോക്കി നിന്ന് ആ കർത്താവ് ആണോ അവിടെ വരുന്നത്? അല്ല, മഹത്വത്തിലുള്ള കർത്താവാണ് വരുന്നത്. ജഡത്തിലുള്ള കർത്താവല്ല ആ സമയത്ത് വരുന്നത്, മഹത്വത്തിലുള്ള കർത്താവാണ് വരുന്നത്. അതുകൊണ്ട് യോഹന്നാൻ മരിച്ചവരെ പോലെ ഞാൻ താഴെ വീണു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് കർത്താവ് എപ്പോഴും ഭൂമിയിലായിരുന്നപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തായിട്ടാണ് വിശ്വസിക്കുന്നത്? എന്തായിട്ടാണ് വിശ്വസിക്കുന്നത്? റബ്ബി, ചിലർ പറയുന്നു റബ്ബി, ചിലത് പറയുന്നു പ്രവാചകൻ, നീ ദൈവപുത്രൻ, ചിലത് ദാവീദ് പുത്രൻ, ചിലത് പലതും പറയുന്നുണ്ട്. പക്ഷെ ഫൈനലി കൺഫേം ചെയ്യുന്ന ആരാണ്? തോമസ് ആണ് കാണുന്നത്. എന്ത് പറയുന്നത്? എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ. അപ്പോഴാണ് പറയുന്നത്, നീ ഇത് കണ്ടിട്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവന്മാർ ഭാഗ്യവാന്മാർ. ആരാണ് തോമസ്? യഹൂദൻ. അവന് എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അവന് യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ. നിനക്ക് ദേവന്മാരുണ്ടാകരുതെന്ന് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാർ നിൽക്കുക, ഓ യേശു ക്രിസ്തു ആണ് കർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് കല്ലെറിയാൻ വേണ്ടി ആൾക്കാരെടുക്കുന്നത്. എന്തോ ഒരു മനുഷ്യൻ നിന്റെ ദൈവമോ? ഈ മനുഷ്യനായിട്ട് ഞങ്ങൾ ഇവിടെ കണ്ടതാ. കാർപ്പൻറ്ററിന്റെ മകനായിട്ട്, യോസെഫിന്റെ മകനായിട്ട് ഇവിടെ എല്ലാം അങ്ങും ഇങ്ങും നടന്നവൻ ഒരു മനുഷ്യൻ, അതാണോ നിന്റെ ദൈവം? ഇല്ല, അതല്ല അവൻ പറയുന്നത്. ആത്മാവിൽ അവൻ ദൈവമായിരുന്നു. അവൻ രക്ഷയുടെ വേലയ്ക്കായിട്ട് ഒരു മനുഷ്യപുത്രനായി, ഒരു മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നു. അപ്പോൾ അത് തന്നെ ഇപ്പം നമുക്ക് വായിക്കാം. എങ്ങനെയാണ് അവൻ വിധിക്കുവാൻ വേണ്ടി ലോകത്തിൽ കടന്നു വരുന്നത്? അത് യോഹന്നാന് സർവശക്തനായ ദൈവമായി വെളിപ്പെട്ട ശേഷം, പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട ശേഷം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആരായിട്ടാണ് വരുന്നത്? അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ തലയിൽ അനേകം രാജകുമാരികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും ഉണ്ട്. അത് അവനവരെ ആർക്കും അറിഞ്ഞില്ല. അവൻ രക്തം കളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗ്ഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ച വെള്ള കുതിരപ്പോട്ടുകാരെ അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മധ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഒടുക്കന്മേലും തുടർമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശത്തെ വളർത്തുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മാംസവും തിന്മാൻ മഹാദേവത്തിന്റെ അത്താഴത്തിന് വന്നുകൊള്ളുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ വചനം എന്ന് അവന്റെ തുടയിലുണ്ട്. വചനം ദൈവമായിരുന്നു. ആര്? വചനം യഹോവയായിരുന്നു. വചനം ജഡമായി തീർന്നു, ഈ ലോകത്തിൽ കടന്നു വന്നു. ഇനി വിധിപ്പാൻ വരുന്നത് അവൻ വചനമായിട്ട് തന്നെയാണ്. വചനമെന്ന് അവൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവൻ യഹോവയായ ദൈവം തന്നെയാണ്. അപ്പോൾ അവനെ നമ്മൾ സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കുന്നത്, സമാധാനത്തിൻ്റെ പ്രിൻസ്, ദ പ്രിൻസ് ഓഫ് പീസ് എന്നാണ് പറയുന്നത്. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും നടുവിൽ നിൽക്കുവാൻ വേണ്ടി ഒരു മധ്യസ്ഥനായ മനുഷ്യനായ ക്രിസ്തു യേശു, ആ പദവിയിലാണ് അവൻ ഒരു പ്രിൻസ് ആകുന്നത്. പ്രഭു എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ പ്രഭു എന്ന് സാധാരണ നമ്മൾ പറയുന്ന രാജാവിനെയാണ് ശരിക്കും പറയുന്നത്. പക്ഷേ അവിടെ പ്രിൻസ് എന്നാണ് വരേണ്ടത്. അപ്പം രാജകുമാരനാന്നു. അപ്പം അവൻ രാജാതി രാജാവാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവൻ രാജകുമാരൻ എങ്ങനെയാണ്?
നമ്മൾ ആർമിയിൽ ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു ഓഫീസറായിട്ടാണ് കയറുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആദ്യം കിട്ടുന്ന പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂട്ടനൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദവിയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂട്ടനൻറ്റ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് മേജർ ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിഗേഡിയർ ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള പദവി പോകും. പക്ഷെ അവരുടെ ആ ഇവിടെ ഇരിക്കുന്ന പദവികൾ ഇത് കണ്ടിട്ടുണ്ടോ? മറ്റേ ഒരു പ്ലേറ്റ് കണ്ടിട്ടുണ്ടോ? ആ പ്ലേറ്റിനകത്ത് ഓരോ പദവികളും ഇങ്ങനെ ആഡായി പോകും. അത് വെച്ച് ആ പഴയ പദവി എടുത്തു കളയുമോ? എടുത്തു കളയത്തില്ല. അപ്പം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ എന്ന വേലയിൽ അവൻ ഒരു പ്രിൻസാണ്. പക്ഷെ അവൻ ദൈവത്വത്തിൽ അവൻ രാജാതിരാജാവാണ്. അവൻ്റെ മേളിലൊരു കർത്താവില്ല. പക്ഷെ ഈ ഭൂമിയിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പദമാണ് യഹോവ എൻ്റെ അദോനിയോട് പറഞ്ഞു എന്നാണ്. അദോനി എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരു ഉന്നത പദവി എടുക്കുന്നവരെയാണ് അദോനി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിനകത്ത് ലോഡ് സെഡ് ടു മൈ ലോഡ് എന്ന്, രണ്ട് ലോഡും തമ്മിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിക്കുന്ന ഏകദേശം അടുത്ത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭൂമിയിലെ കർത്താക്കന്മാരെ എല്ലാം കർത്താവേ എന്നായിരുന്നു വിളിക്കുന്നത്. സാറ തൻ്റെ അബ്രഹാമിനെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. മാസ്റ്ററിൻ്റെ മീനിങ് തന്നെയാണ് അവിടെ വരുന്നത് ബേസിക്. അപ്പോൾ അദോനി എന്ന പദം അവൻ എടുത്തു. അവൻ ഒരു മനുഷ്യ പദവി എടുത്തത് കൊണ്ടാണ് അവൻ രാജകുമാരനായത്, സമാധാനത്തിൻ്റെ രാജകുമാരനായത്. ഒരു സമാധാനത്തിൻ്റെ പുരുഷൻ. എനിക്കും ഈ മനുഷ്യരുടെയും മധ്യത്തിൽ നിൽക്കുവാൻ വേണ്ടി സമാധാനത്തിൻ്റെ ഒരു പുരുഷനെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മനുഷ്യരിൽ ആരെങ്കിലും കണ്ടെത്തിയോ? ഇല്ല. അപ്പോൾ ദൈവം തന്നെ ജഡമെടുത്ത് ഒരു മനുഷ്യൻ എന്ന പദവി എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്നു. അതാകുന്നു ദൈവത്തിൻ്റെ വലതുകരം. അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ വലതുകരം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. അവൻ തന്നെ വീണ്ടെടുപ്പുകാരൻ. അവൻ തന്നെ ഇനി വിധിക്കുവാൻ വരുന്നവൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് അവനിൽ 7 കണ്ണുകളും 7 കൊമ്പുകളും. ആ 7 കണ്ണും 7 കൊമ്പും എന്താകുന്നു? ദൈവത്തിൻ്റെ ഭൂമിയിൽ ചെയ്ത സകല പ്രവൃത്തികളും ചെയ്ത 7 ആത്മാക്കളാകുന്നു. അപ്പോൾ സൃഷ്ടിയുടെ പ്രവൃത്തിയായാലും വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയായാലും രക്ഷയുടെ പ്രവൃത്തിയായാലും ഇനി വിധിപ്പാനുള്ള പ്രവൃത്തിയായാലും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അതുകൊണ്ടാണ് അവൻ വലതുകരം, ദൈവത്തിൻ്റെ വലതുകരം, ദൈവത്തിൻ്റെ വചനം. വചനം എന്ന് പറഞ്ഞാൽ അത് യഹോവ തന്നെയെന്ന് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ദൈവം ഈ വചനങ്ങളാൽ എല്ലാം നിങ്ങളെ സഹായിക്കട്ടെ. ഇതെല്ലാം എഴുതിയെടുത്ത് പലപ്പോഴും വായിച്ചാൽ നിങ്ങൾക്കൊരിക്കലും വലതുകരം എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ തെറ്റിക്കാതെ ഇരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.